ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ക്രിസ്മസ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫീലൊക്കെ നമുക്ക് നേരത്തെ തുടങ്ങിയെങ്കിലും 25-ാം തീയതി ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കണം. പ്ലം കേക്ക് ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ട്. പക്ഷേ അതുണ്ടാക്കാനായിട്ട് ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കാത്തവർക്ക്, പിന്നെ അതൊരിച്ചിരി മെനക്കെട്ട പരിപാടിയാണ്, അതുകൊണ്ട് അതിനോട് മടിയുള്ളവർക്ക് അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ ഒരു ക്യാരറ്റ് ഡേറ്റ് കേക്ക്, ഏതാണ്ട് പ്ലം കേക്ക് പോലെ എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലം കേക്കിനും ഒരുപടി മേലെ നിൽക്കും ഈ കേക്ക്. കാരണം ക്യാരറ്റും കൂടെ അതിനകത്ത് വരുമ്പോഴേക്ക്, പിന്നെ അതിനകത്ത് ഞാൻ കുറച്ച് മസാലയൊക്കെ ചേർക്കുന്നുണ്ട്. അതൊക്കെ കൂടെ വരുമ്പോഴത്തേക്ക് ഇതിന് പ്രത്യേക ഒരു സ്വാദും ഒരു മണവും തന്നെയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഈ ക്യാരറ്റ് ഡേറ്റ് കേക്കിൻ്റെ അളവുകൾ കാണിക്കുന്നത് 1.5 കപ്പ് മൈദയുടെയും 3 മുട്ടയുടെയും കണക്കിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. 1.5 കപ്പ് മൈദ എടുത്തു, 3 മുട്ട എടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഇപ്പം ഞാൻ എടുക്കുന്നത് പൊടിച്ച പഞ്ചസാരയാണ്. പൊടിച്ച പഞ്ചസാരയുടെ അളവാണ് ഞാൻ പറയുന്നത്. അത് 1 കപ്പും ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ലെവലായിട്ട് വേണം. പിന്നെ മൈദയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് സോഡാപ്പൊടിയാണ്. ഇതിനകത്ത് ബേക്കിംഗ് പൗഡർ ഇല്ല, ബേക്കിംഗ് സോഡയാണ്. 1 ടീസ്പൂണും ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയും കൂടെ, അതായത് 1 ടീസ്പൂണും 1/8 ടീസ്പൂണും കൂടെയാണ് വേണ്ടത്. പിന്നെ വേണ്ടത് സൺഫ്ലവർ ഓയിൽ 1 കപ്പും ഒരു 2 ടേബിൾ സ്പൂണും കൂടെ, ഗ്രേറ്റഡ് ക്യാരറ്റ് 1.5 കപ്പ്, പൗഡേർഡ് ഷുഗർ 1 കപ്പും 2 ടേബിൾ സ്പൂണും കൂടെ, പിന്നെ കാരമലൈസ് ചെയ്യാനുള്ള പഞ്ചസാര 1/4 കപ്പും 2 ടേബിൾ സ്പൂണും കൂടെ, അതിന് കാരമലൈസ് ചെയ്യാനുള്ള വെള്ളം 1/2 കപ്പ്, പിന്നെ ചോപ്പ് ചെയ്ത ഡേറ്റ്സ് 1/4 കപ്പ്, ചോപ്പ് ചെയ്ത വാൾനട്ട്സോ നട്ട്സോ എന്തെങ്കിലും 1/2 കപ്പ് വരെ, മാക്സിമം 1/2 കപ്പ് വരെ മതി. പിന്നെ വാനില എസൻസ് 1/4 ടീസ്പൂൺ. പിന്നെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്ന ഒരു സ്പെഷ്യൽ കാര്യം, ഞാൻ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോഴും ഇത് ചേർക്കും. സിനമൺ പൗഡർ, നല്ല ഫ്രഷ് ആയിട്ട് പൊടിച്ച സിനമൺ പൗഡർ 1 ടീസ്പൂൺ ലെവലായിട്ട്, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സിനമണും ഗ്രാമ്പും കൂടെ പൊടിച്ചതുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ലെവലായിട്ട്. ക്യാരറ്റും ഡേറ്റ്സും വാൾനട്ട്സും ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് റേസിൻസ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ റേസിൻസും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മളെപ്പോഴും ചെയ്യേണ്ടതുപോലെ തന്നെ മൈദയും ബേക്കിംഗ് സോഡയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇടഞ്ഞു വെക്കുകയാണേ. 3 പ്രാവശ്യം ഇങ്ങനെ ഇടയണം കേട്ടോ. ഇനി ഇപ്പോൾ ചെയ്യുന്നത്, ഞാൻ ക്യാരറ്റും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച വാൾനട്ട്സും ഡേറ്റ്സും ഒന്നിച്ചാക്കി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുവാണേ. അപ്പോൾ അത് മിക്സ് ചെയ്യുമ്പോഴേക്ക് ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് പോയി ചെക്ക് ചെയ്താൽ ഒരുപാട് നല്ല ക്രിസ്മസ് റെസിപ്പികളും അല്ലാത്ത റെസിപ്പികളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ക്രിസ്മസിന് വേണ്ടിയിട്ട് നമുക്ക് വീട് കൂടുതൽ ഭംഗിയാക്കാനായിട്ട് ചെയ്യാനുള്ള ക്രിസ്മസ് ഡെക്കറേഷൻസ് വലിയ ചിലവില്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള 3 വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒക്കെ പ്രധാനമായിട്ട് ഇന്നലെ ഞാൻ നല്ല ഒന്നാന്തരം ഒരു അപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. 8-10 മാസം മുമ്പ് ഞാൻ ഒരു അപ്പത്തിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അത് ഇപ്പോൾ ഈ സമയമായപ്പോഴേക്കും ഏതാണ്ട് 5 ലക്ഷം പേര് അടുപ്പിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. പക്ഷേ അതിനകത്ത് ചില കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ട്. അത് ഞാൻ തുടക്കമായിരുന്നതുകൊണ്ട് തന്നെ മ്യൂസിക്കൊക്കെ ഇച്ചിരി ശബ്ദം കൂടിപ്പോയി. പിന്നെ അപ്പത്തിൻ്റെ മാവ് ഫെർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എന്ന് കാണിച്ചില്ല. അങ്ങനെ ചില ചില്ലറ പരാതികൾ വന്നിരുന്നു. അതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു സംശയത്തിനും ഇടവരാത്ത രീതിയിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ. കേക്കിനുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്ന് കണ്ടല്ലോ. 3 റൂം ടെമ്പറേച്ചറിലുള്ള മീഡിയം വലുപ്പത്തിലുള്ള മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഫ്ലഫിയാക്കി. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു. പിന്നെ നമ്മൾ പഞ്ചസാര പൊടിച്ചതെടുത്ത് അളന്ന് വെച്ചിട്ടുണ്ടല്ലോ, ആ പഞ്ചസാര പൊടിച്ചത് അതിൻ്റെ ചൂടെല്ലാം പോയി കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. അത് തന്നെയല്ല, നിങ്ങൾ അത് 1-2 പ്രാവശ്യമായിട്ട് ഇടാതെ ഒരു 3-4 പ്രാവശ്യമായിട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കണേ. ഇത് ഞാൻ പെട്ടെന്ന് അങ്ങ് കാണിച്ചു പോകുന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഒരു 3 പ്രാവശ്യം ഞാൻ ഇങ്ങനെ കുറേശ്ശെയായിട്ട് പഞ്ചസാര ഇട്ടു, ബീറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിപ്പോൾ ഏറ്റവും അവസാനത്തെ പഞ്ചസാര പൊടിച്ചതാണ്. പഞ്ചസാര ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഏറ്റവും അവസാനം ആകുമ്പോഴത്തേക്കും അതിൻ്റെ കളറൊക്കെ നല്ല വ്യത്യാസമാകും, ഒരു ലൈറ്റ് കളറാകും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ളത് സൺഫ്ലവർ ഓയിൽ ചേർക്കുക. അതും കുറേശ്ശെ ചേർത്തിട്ട്, നിങ്ങൾ ബീറ്ററാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ ഇട്ടിട്ട് വേണം അതൊന്ന് ബീറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് വിസ്ക് ഇട്ടിട്ടോ സ്പാച്ചുല ഇട്ടിട്ടോ പെതുക്കെ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. കുറേശ്ശെയായിട്ട് എണ്ണ മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ട് ഏറ്റവും അവസാനത്തെ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ട് സ്പീഡ് കുറച്ചൊന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാനുള്ളത് റബ്ബർ സ്പാച്ചുല ഇട്ടിട്ട് നമ്മൾ ആ ബോളിൻ്റെ അടിഭാഗം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഇട്ട് കൊടുത്ത എന്തെങ്കിലും മുട്ടയുടെ അംശമോ എണ്ണയുടെ അംശമോ എന്തെങ്കിലും അടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ അതെല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്യിക്കാനാണിത്.
പഞ്ചസാര കാരമലൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പം ക്യാമറ ഓഫായി പോയത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ കാരമലൈസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു പരുവം അറിയാമല്ലോ. അതുവരെ കാരമലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലോട്ട് നമ്മൾ വെള്ളവും കൂടി ഒഴിക്കണം. അത് ചെറിയ ചൂടിലായി കഴിയുമ്പോഴേക്കും അതിനകത്ത് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വെള്ളം ഒഴിക്കുമ്പോൾ ഉടനെ അതൊന്ന് കട്ടിയാവും. അത് നിങ്ങൾ പേടിക്കേണ്ട. അത് കഴിഞ്ഞിട്ട് അത് കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി ചെറിയ തീയിൽ വെച്ചൊന്ന് ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് മുഴുവൻ മെൽറ്റായിട്ട് ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ളൊരു വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. കാരമലൈസ് ചെയ്ത് കുറച്ച് വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. അത് ചൂട് മുഴുവൻ പോയി കഴിഞ്ഞിട്ട് കേക്കിനകത്തോട്ട് ചേർക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് മുഴുവൻ നമ്മൾ വടിച്ച പാത്രത്തിൽ നിന്ന് അതുപോലെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും ചെയ്യാനുള്ളത് പൊടി കുറേശ്ശെയായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. ഞാനൊരു 4-5 പ്രാവശ്യമായിട്ടാണ് പൊടികളെല്ലാം ഇട്ട് കൊടുത്തത്. ഏറ്റവും അവസാനത്തെ പൊടിയും ഇട്ട് വിസ്കിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെയും ഞാൻ ഒന്നുകൂടെ റബ്ബർ സ്പാച്ചിലായിട്ട് പൊടി എവിടെയെങ്കിലും അടിയിൽ വല്ലതും പറ്റിപ്പിടിച്ചിരിപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുവാണേ. ഇനിയിപ്പോൾ ചെയ്യുന്നത് നമ്മൾ ക്യാരറ്റും ഡേറ്റ്സും വാൾനട്ട്സും എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ. ഇത് ഒരുപാട് നേരത്തെ ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ചെയ്യാഞ്ഞത് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ ലെവലായിട്ട് മൈദ എടുത്തിട്ട് അതിലോട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ഉള്ള ആ ഒരു മോയ്സ്ചർ ആ മൈദയിലൊന്ന് പിടിച്ചിട്ട് നമ്മുടെ ഈ കേക്ക് മിക്സിലോട്ട് അത് മിക്സ് ചെയ്യുമ്പോഴേക്കും അതെല്ലാം കൂടി അങ്ങ് താന്നു പോകാതിരിക്കും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് കൊണ്ട് ഡേറ്റ്സിൻ്റെയും നട്ട്സിൻ്റെയും ഒക്കെ വെയിറ്റ് കൊണ്ട് അത് പെട്ടെന്ന് അങ്ങ് താന്നു പോകും. അപ്പോൾ അത് ഒന്ന് കുക്കായി വരുമ്പോഴേക്കും അതെല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഈ ഡ്രൈ ഫ്രൂട്ട്സും ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തതും 3 പ്രാവശ്യമായിട്ടാണ്. അപ്പോൾ ഏറ്റവും അവസാനത്തെ ആ ഒരു ബാച്ചും ഇട്ട് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് കഴിയാറായി കേട്ടോ. ഇനിയിപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 ടീസ്പൂൺ ലെവലായിട്ട് ഒന്നിയിൽ കറുവാപ്പട്ട പൊടിച്ചത്, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കറുവാപ്പട്ടയും ഗ്രാമ്പും കൂടെ പൊടിച്ചത് 1 ടീസ്പൂൺ ലെവലായിട്ട്. കറുവപ്പട്ടയുടെ പൊടിയൊക്കെ ഏറ്റവും അവസാനമേ നിങ്ങൾ ചേർക്കാവുള്ളൂ കേട്ടോ. അതിൻ്റെ മണം അപ്പം അത്രയും കൂടെ നന്നായിട്ട് കിട്ടും. പിന്നെ ഞാൻ ആ പൊടി ഇട്ട് കഴിഞ്ഞിട്ട് കറുവപ്പട്ടയുടെ പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 4-5 പ്രാവശ്യം പെട്ടെന്ന് ബീറ്റർ തന്നെ യൂസ് ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞ സ്പീഡിലൊന്ന് കറക്കിയെടുത്തു കേട്ടോ. അല്ല നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നേരത്തെ നിങ്ങൾ ക്യാരറ്റും ഡേറ്റ്സും ഒക്കെ ആഡ് ചെയ്യുമല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കറുവാപ്പട്ടയുടെ പൊടി കൂടി അങ്ങ് ചേർത്ത് വെച്ചാൽ മതി. എന്നിട്ട് വിസ്ക് കൊണ്ടോ സ്പാച്ചുല കൊണ്ടോ നന്നായിട്ട് അങ്ങ് ജോയിൻ ചെയ്താലും മതി കേട്ടോ. ഞാൻ മണം കുറയാതിരിക്കട്ടെ, ഏറ്റവും നല്ല മണം കിട്ടട്ടെ എന്നോർത്തിട്ടാണ് ഏറ്റവും അവസാനം അത് ചേർത്തത്. ഇപ്പം നമ്മുടെ ക്യാരറ്റ് ഡേറ്റ് കേക്ക് നല്ല ഭംഗിയായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ മിഡിൽ റാക്കിലല്ല വെക്കുന്നത്. എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കറിയാം, ഞാൻ മിഡിൽ റാക്കിൻ്റെ തൊട്ട് താഴത്തെ റാക്കിലാണ് വെക്കുന്നത്. അത് തന്നെയല്ല, ഞാൻ പ്രധാനമായിട്ടൊരു കാര്യം പറയുന്നത്, ഓരോ ഓവൻ്റെയും ടെമ്പറേച്ചർ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അല്ല ഓവൻ സെറ്റപ്പിൽ നമ്മൾ ചരുവത്തിൽ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ നോൺ സ്റ്റിക്ക് പാത്രത്തിലോ വല്ലതും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതികൾ ഞാൻ എങ്ങനെയാണെന്ന് പിന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ മിക്കവർക്കും ഉള്ള കംപ്ലയിൻ്റാണ് കേക്ക് ഉണ്ടാക്കുമ്പോൾ ശരിയാവുന്നില്ല എന്ന്. അതിൻ്റെ പ്രധാന കാരണം നിങ്ങൾ ഓരോ ഓവൻ്റെയും ടെമ്പറേച്ചർ ഓരോ രീതിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എല്ലാവരും കോമൺ ആയിട്ട് പറയും 180 ഡിഗ്രി എന്ന് പറയും. പക്ഷേ എല്ലാ ഓവനും, എൻ്റെ ഓവനിൽ 180 വേണ്ട, ഒരു 175 170 ഒക്കെ വെക്കുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് ബേക്ക് ചെയ്ത് കിട്ടും. പിന്നെ ഒരു കാര്യം ഞാൻ പ്രധാനമായിട്ട് പറയുന്നത്, നിങ്ങളുടെ കേക്ക് പെട്ടെന്ന് അങ്ങോട്ട് പൊങ്ങി വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് പുറത്ത് എടുക്കുമ്പോഴേക്കും അതങ്ങ് താന്നു പോകുന്നുണ്ട്, നടുഭാഗം കുഴിഞ്ഞു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഒന്നുകിൽ കേക്ക് ബാറ്ററിൻ്റെ അയവ് കൂടുതലാണ്, അല്ലാന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്